മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാളത്തെ ലൈവിനകത്ത് റാങ്കിങ് ടാസ്ക് നടക്കും. നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയുടെ ഭാഗമായിട്ട് അറിയാലോ, എപ്പോഴും കൂട്ടയാടി നടക്കാൻ ഇടയാക്കുന്ന ഒരു ടാസ്ക് ആണ് റാങ്കിങ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. മത്സരാർത്ഥികളുടെ അതുവരെയുള്ള ഗെയിമിന്റെ ഒരു വിലയിരുത്തലാണ് ഈ ഒരു ടാസ്ക്. അപ്പൊ നന്ദന പോയി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എനിക്കൊരു വീട് വേണം എന്നതാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഒന്നാം സ്ഥാനം എന്നിങ്ങനെ പറയുന്നു. നമ്മുടെ സീസൺ 3 ഇതുപോലൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു. അന്ന് പുള്ളിയെ നമ്മളൊക്കെ കളിയാക്കി വിളിച്ചിരുന്നത് വാതിൽ എന്നാണ്. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാൻ കേട്ടോ. അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട്, സ്വന്തമായിട്ടൊരു വീട് വേണം എന്നതല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കാനുള്ള ക്വാളിറ്റി എന്നിങ്ങനെ പറയുന്നു. അതേപോലെ അപ്സരയും നന്ദനയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോമോ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്ദന, ജിൻഡോ, അഭിഷേക് ഈ 3 പേരാണ് ഒന്നാം സ്ഥാനത്ത് പോയി നിൽക്കുന്നത്. ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിക്കാൻ കിട്ടുന്ന ഒരു അവസരം നോറ പാഴാക്കില്ല. അതുകൊണ്ട് സ്ത്രീ വിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചീവീടിനെ പോലെ. പിന്നെ സിജോ പറയുന്നുണ്ട്, തഴം താഴ്ന്ന കണ്ടന്റ് കൊണ്ട് ഗെയിം കളിച്ച ആളാണ് ജിൻഡോ എന്നിങ്ങനെ. ജിൻഡോയെ ഒന്നാം സ്ഥാനത്ത് ഇറക്കാൻ വേണ്ടിയുള്ള അടവുകളാണ് അവിടെയുള്ള ഭൂരിഭാഗം പേരുന്നത്. ജിൻഡോയ്ക്കെതിരെ ഒരാൾ തിരിഞ്ഞാൽ മതി, എല്ലാവരും തിരിഞ്ഞോളും. അതാണ് ജിൻഡോയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് പുള്ളിയുടെ പ്രേക്ഷക പിന്തുണ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാവാക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയെ. പിന്നെ ഈ ഒരു പ്രൊമോ കാണുന്ന സമയത്ത് തന്നെ എനിക്കൊരു കാര്യം ഉറപ്പായി, അവിടെ നിൽക്കുന്ന അഭിഷേക് ഈ ഒരു ടാസ്കിൽ ഒന്നാം സ്ഥാനം പിടിക്കും. ഹൗസിനകത്ത് നല്ല പിന്തുണ അഭിഷേകിന് ഉണ്ട് ഓൾറെഡി. കഴിഞ്ഞ സീസണിൽ സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. കഴിഞ്ഞ സീസണിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. റിനോഷ് ആണ് ഒന്നാം സ്ഥാനത്ത് നിന്നത്. ജിൻഡോയെ വലിച്ചു താഴെ ഇടും, കാരണം പ്രോമോയിൽ തന്നെ പുള്ളി ഡിഫൻസ് ആണ് നോക്കുന്നതെന്ന് മനസ്സിലായി. ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. ആ ഒരു അന്ന് ലാലേട്ട പുറത്താക്കിയതിൽ പിന്നെ ജിൻഡോ ചീത്ത വിളിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതായിരുന്നു ഈ ഒരു പ്രോമോ. നാളെ ഫുൾ കൂട്ടയാടി ആവുമെന്നാണ് തോന്നുന്നത്. സിജോ, സായി, അഭിഷേക് എന്നിവരടങ്ങുന്ന ഈ ഒരു ബെൽറ്റ് എക്സ്പോസ് ആവുമോ നാളെ? ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കണ്ടറിയാം. ലൈവിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.